ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേലുണ്ട്. ഈശോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ സ്നേഹം നുകരാനുള്ള, അവന്റെ സ്നേഹം വിളമ്പിത്തരുന്ന അവന്റെ തിരുഹൃദയമാകുന്ന ഭവനമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. 2 ആഴ്ച കൂടെ ഉള്ളു. ഇന്ന് ഈശോയുടെ മരണം മണക്കുന്ന ആഴ്ചകൾ, ഈശോയുടെ മരണം മണക്കുന്ന ആഴ്ചകളാണ്. ഡു യു ഫീൽ ഇറ്റ്? ഈശോയുടെ മരണം മണക്കുന്ന ആഴ്ചകളായത്. നമുക്ക് ക്രിസ്മസും തുല്യമാണ്, ഇന്നും തുല്യമാണ്. ജീവിതത്തിൽ ഒരു നൊമ്പരം, ഈശോ എന്ന ഒരു നൊമ്പരം, ഈശോ എന്നൊരു ഒരു 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 സഹനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എന്ന എൻ്റെ മീറ്റ്പോ, അങ്ങനെയൊക്കെ തമിഴിൽ പറയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ പരിഗണന. നമ്മളാരും വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ പരിഗണന, പരിലാളന, പരിപാലന എന്നറിയോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ, വലതുകരമേർത്തി ഹല്ലേലൂയ, വലതുകരമേർത്തി ഹല്ലേലൂയ. നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വലുതാണെന്നറിയാം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരനുഭവം. 2 ആഴ്ച കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു ക്ലിപ്പ്, ദ ചോസൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഇച്ചിരി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കാണേണ്ടതാണ്. മനോഹരമായിട്ട് സുവിശേഷം സീരിയലാണ്. ചോസൻ, ദ ചോസൻ, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ കണ്ടത് ഇതാണ്. മാതാവ്, ഈശോ അവസാനമായിട്ട് വീട്ടിൽ വരിക. ഈ ആഴ്ചയൊക്കെ ഈശോ വീട്ടിൽ വരിക, നടക്കണം. ഒരാഴ്ചക്കെങ്കിലും നടക്കണ്ടേ ജെറുസലേമിലേക്ക്. അമ്മ അപ്പം ചുട്ടു കൊടുക്കുമ്പം മോൻ പറയുന്നു, അമ്മ ഇത് മിക്കവാറും അവസാനത്തെ അപ്പമായിരിക്കും, ഇത് മിക്കവാറും അവസാനത്തെ രാത്രിയായിരിക്കും. അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ഇപ്പം തന്നെ വേണോ? അത് ഇത്ര പെട്ടെന്ന് വേണോ? ഇത് ഈ സഹനവും ഈ കുരിശ് പറഞ്ഞ ദൈവങ്ങളെ, മക്കളുള്ളവരൊക്കെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. ഞാനീ പറയുന്നത്, ചെറുക്കൻ വന്നിട്ട് പറയാം, ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ലപ്പ, ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ലമ്മ, ഇനി അമ്മ ഉണ്ടാക്കി തരുന്ന മീൻകറി കൂട്ടാൻ ഞാൻ ഉണ്ടാവില്ല. ദൈവങ്ങളെ, ഇത് പറഞ്ഞ കഴിഞ്ഞതോടെ അവരുടെ ഭക്ഷണം തീരുക, വിശപ്പൊക്കെ തീരുക, വിശപ്പ് തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. നമുക്ക് നല്ല വിശപ്പാണ്, നമുക്ക് നല്ല വിശപ്പാണ്, നമുക്ക് നല്ല ആർത്തിയാണ്. ഒരപ്പം എടുത്ത് ഒരു കഷ്ണമൊക്കെ മുറിച്ച് തിന്നുമ്പോൾ, ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്ന 33 വയസ്സുകാരൻ ക്ഷീണമാണെന്ന് പറഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ, അമ്മ 2 കണ്ണിലൂടെയും കണ്ണീരൊഴുക്കുന്നൊരു കാഴ്ചയുണ്ട്. അല്പം കൂടെ നീട്ടിവെക്കാൻ. ദുഃഖവെള്ളിയാഴ്ച നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ മക്കളെ? ദുഃഖവെള്ളിയാഴ്ച നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ? വേണ്ടായിരുന്നു ദുഃഖവെള്ളിയാഴ്ച എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച വേണ്ടായിരുന്നു എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഈശോ ആരുമല്ല, നിങ്ങൾക്ക് ഈശോ ആരുമല്ല. ഒത്തിരി ദിവസം കിടപ്പിലായിട്ട് മരിച്ചു പോയൊരമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു. ആ മകൻ എൻ്റെ അടുക്ക വന്നപ്പോൾ പറയുക എന്ന് വെച്ചാൽ, കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഓർമ്മയില്ല, കാഴ്ചയില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുക, കുറച്ച് ദിവസം കൂടെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പരിശുദ്ധ അമ്മ മാതാവ് ചോദിച്ചില്ല, ഇപ്പം തന്നെ വേണോ മോനെ?
ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് പോരെ. ഈശോ ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെ അമ്മ, പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് അമ്മ. ഒന്നും വികാരമില്ലാത്ത മനുഷ്യന്മാരാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വല്ലാതെ ഞാൻ 2-3 തവണ ഒരു 10 മിനിറ്റ് 7 മിനിറ്റ് 10 മിനിറ്റ് കണ്ട് ഞാൻ 2-3 തവണ തിരിച്ചും മറിച്ചും കണ്ടു. കാരണം ഈ ഒരു നോയമ്പിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുക. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ദുഃഖ വെള്ളിയാഴ്ച ഇല്ലായിരുന്നെങ്കിലെന്ന്. ഞാൻ ദുഃഖ വെള്ളിയാഴ്ച കാത്തിരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കും ദുഃഖ വെള്ളിയാഴ്ചക്കും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എനിക്കും ആ മരിക്കുന്ന ക്രിസ്തുവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്ന്. അവൻ മരിച്ചാൽ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്, ഒരു ദുഃഖ വെള്ളിയാഴ്ചയെങ്കിലും, ഒരു ദുഃഖ വെള്ളിയാഴ്ചയെങ്കിലും കരഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രതിമയും മണ്ണും മരക്കവും ഇരുമ്പും ഒക്കെയാണ് ദൈവം. ബിയോണ്ട് നമുക്കതിൻ്റെ അകത്തൊരു കയറാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. ആ ദൈവാനുഭവത്തിൻ്റെ മേഖലയിലേക്ക് നമുക്കൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല. മിസ്റ്റർ പാതിരപ്പിയോയൊക്കെ ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്നെന്നാണ് പറയണേ. ഈശോയുടെ അന്ത്യദിനങ്ങളെ ഓർത്ത് വല്ലാതെ വിങ്ങിപ്പൊട്ടിയ വിശുദ്ധരുണ്ടായിരുന്നത്രേ. ഈ നോയമ്പിൽ ദൈവമക്കളെ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ, ഈശോയുടെ മരണവും ഈശോയുടെ വേദനകളുമൊക്കെ നമ്മുടെ മരണവും വേദനയും ഒക്കെ ആയിട്ട് ചേർത്ത് വെക്കാനായിട്ട് പറ്റും. നന്നായിട്ട് പ്രാർത്ഥിക്കുക മക്കളെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ത്യാഗം എടുക്കുക. ഞാൻ പറഞ്ഞു ഇന്നു മുതൽ 2 ആഴ്ചയല്ലേ ഉള്ളൂ, ഒരു ഇൻറ്റൻസീവായിട്ട് അല്പം കൂടെ രാത്രിയിൽ എഴുന്നേക്കാൻ തുടങ്ങണം. ഇന്നു മുതൽ രാത്രിയിൽ ഒരു 3 മണിക്കോ 12 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് ദൈവമക്കളെ, നിങ്ങൾ ഉറങ്ങുമ്പം നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ 2-ാം വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. നിങ്ങൾ ഉറങ്ങുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ ഒരു ചിന്തയാണ്, നമ്മൾ കുറച്ചു നേരമെങ്കിലും ഈ മനുഷ്യൻ്റെ വേദനയെ പറ്റി നോക്കണം. പള്ളിയിൽ പോയിരുന്ന എന്തോ ഒരു സങ്കടങ്ങളുണ്ടെന്നറിയാം കുടുംബങ്ങളിൽ. വ്യക്തിപരമായിട്ട് എന്തോരം രോഗപീഠകളുണ്ട്, ജീവിത തകർച്ചകളുണ്ട്. ജീവിക്കാൻ ഒരു കാരണമില്ലാത്ത എന്തുമാത്രം മനുഷ്യരുണ്ടെന്നറിയാം. ജീവിക്കാൻ അവകാശമില്ലാത്ത എന്തുമാത്രം മനുഷ്യരുണ്ടെന്നറിയാം. എന്താ വെച്ചാൽ അവർ ജീവിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അവർ ജീവിക്കുന്നത് ബാധ്യതയാണ്. അവരൊരു അസ്വസ്ഥതയായിട്ട്, ഒരു പ്രശ്നമായിട്ട്, പ്രതിസന്ധിയായിട്ടൊക്കെ മാറുന്ന മനുഷ്യർ. പക്ഷെ ഈശോയോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് ഈ ശുശ്രൂഷയിലുള്ള ഒരു സമാധാനം അതാ മക്കളെ. ഈ ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്ന അനേകം മനുഷ്യർ, നിങ്ങൾ ഇടിച്ചു കയറി തലയെ കൈവെക്കാൻ വരുന്നവരെ കണ്ടിട്ടുണ്ടോ? ഈ ഞായറാഴ്ചയൊക്കെ വരും. ഞാനൊക്കെ ഈ മനുഷ്യന്മാർക്ക് എന്തിൻ്റെ കേടാണോ ദൈവമേ. വെളുപ്പിന് 3 മണിക്കും 3:30ക്കും ഒക്കെ ഈ ആഴ്ച വന്നവരെ ഞാൻ കണ്ടത്. 3 മണിക്കും 3:30 മണിക്കും വന്നിട്ട് ജസ്റ്റ് തലയെ കൈവച്ചിട്ട് പോകാൻ വേണ്ടി പോരുന്നതാണ്. ദൈവം തൊടുമെന്നൊക്കെ അവരങ്ങനെ വിശ്വസിക്കുക, ദൈവം ഇടപെടുമെന്നൊക്കെ അവരങ്ങനെ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇടപെടണമെന്നവർക്ക് നിർബന്ധം, ദൈവം ഇടപെടണമെന്നവർക്ക് നിർബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കാറുണ്ടോ മക്കളെ? ദൈവം ഇടപെടും. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുമായിട്ട് വന്നിരിക്കുക, ബുദ്ധിവൈകല്യമുള്ളൊരു കുട്ടിയാണ്. അവളിങ്ങനെ ഒരു ഓഫായിട്ടിരുന്ന് വെച്ച വെളുപ്പിന് വന്നതാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ദൂരെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ വിളിച്ചു, വരാൻ പറഞ്ഞു. വർത്താനം പറയാൻ അറിയത്തില്ല, കൂനി കൂനി നിൽക്കുക. പേര് പറയാൻ അറിയത്തില്ല. പേരൊക്കെ അറിയാം, പേര് പറയാൻ അറിയില്ല. ഒരു പനിയം കണ്ട് വന്നതാണ് 1.5 വയസ്സിൽ. ഒരു പനി വന്നതാണ് 1.5 വയസ്സിൽ. ദൈവവൈതൽ നിനക്കെന്നാ പനി പിടിക്കാഞ്ഞത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കെന്താ പനി പിടിക്കാഞ്ഞത്? എനിക്കെന്താ അസ്വസ്ഥത വരാഞ്ഞത്? ഹല്ലേലൂയ. നമുക്ക് അപ്പനും അമ്മയും കൂടെ സങ്കടപ്പെട്ട് നിൽക്കുക. പലപ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ച, അമ്മമാർ വരും, അപ്പന്മാർ വരുന്ന വളരെ ചുരുക്കമേ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ട് സാധാരണ പ്രതി പെൺകുട്ടികളും കൂടിയാണ് അമ്മമാരെ വരത്തുള്ളൂ. മാലാഖമാരെ പോലെ ഒരു അപ്പനും അമ്മയും വന്ന് നിൽക്കുക. അവരോടൊന്നും ചോദിക്കാൻ, അവരെ കണ്ടാൽ മതി.
സങ്കടത്തിൻ്റെ രണ്ട് മെഴുകുതിരികൾ ഈ കൊച്ചിനെ രണ്ട് വശത്തും കത്തിച്ച് വെച്ചേക്കുന്നത് പോലെ കാണാൻ പറ്റിയില്ല. 4:30 മണിയായി കഴിഞ്ഞ ആഴ്ച. അപ്പം ഞാൻ അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളെ നമ്മൾ വെറുതെ ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഈ വേദനകളൊക്കെ. അല്ലെങ്കിൽ ഓടി നടന്നിട്ടൊന്നും കാര്യമില്ലെന്നേ. ഈ പരക്കം പാച്ചിലൊന്ന് നിർത്താവോ? കുറച്ചു നേരം കർത്താവിൻ്റെ മുമ്പിലൊന്നിരുന്ന്, ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികളുടെ സങ്കടം എന്തായിരിക്കും, അല്ലെ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, അപ്പനെ നഷ്ടപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞ്. നമ്മൾ യൂഥിത്തിന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. യൂഥിത്തിന്റെ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങി. ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായി. ജനം വല്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം. വീണ്ടും നമ്മൾ ഇനി യൂഥിത്തിനെ കാണാം. 8-ാം അധ്യായത്തിൽ ഒരു ദുരന്തത്തിൻ്റെ കാലം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. ദൈവം അകലുമ്പോഴേ മക്കളെ ദുരന്തങ്ങൾ വരുന്നേ. അങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ പറയിപ്പിക്കുക. ദൈവം അകലുന്ന കാലത്ത് ആ ദുരന്തകാലം നിന്റെ ജീവിതത്തിൽ ദൈവം അകന്നിട്ടുണ്ട്. ഒരുപാട് ദൂരേക്ക് ദൈവം മാറിയിട്ടുണ്ട്. ദൈവം അകന്ന് നിൽക്കുന്ന കാലം മക്കളെ. അല്ലെ, സൂര്യനില്ലാത്തൊരു കാലം, സൂര്യനില്ലാത്ത കാലം കൊടുന്തണുപ്പാണ്. ഇനി സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന കാലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു മക്കളെ, എനിക്ക് അതിൻ്റെ തിയോളജിയും പറഞ്ഞു തരാൻ, അതിൽ ഫിലോസഫിയും പറഞ്ഞ ദൈവം അല്പം ചുവട് മാറി എൻ്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഞാൻ അല്പം മാറി. ദൈവം മാറി എന്ന് പറയാൻ പാടില്ല, നമ്മൾ മാറി ദൈവത്തിൽ നിന്ന്. ചില ദുരിതകാലങ്ങളുമൊക്കെ എന്തോ തിരുത്തലിനുള്ള ഓർമ്മപ്പെടുത്തലാണ്, എന്തോ തിരുത്തലുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മക്കളെ. നമ്മൾ എന്നിട്ട് ശ്രദ്ധിക്കുന്നില്ല, അല്ല ഇങ്ങനെ അങ്ങ് ജീവിക്കുക. വയറ്റുവേദന വന്നാൽ ഉടനെ മെഡിക്കൽ കോളേജിൽ പോയി മരുന്ന് വാങ്ങിക്കും നമ്മൾ. അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. എൻ്റെ ദൈവസന്നിധിയിൽ നമുക്കൊരു ആശ്രയമില്ലാത്തത്. ഇത് നമുക്ക് 8-ാം അധ്യായത്തിലേക്ക്, യൂഥിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം പറയുക. യൂഥിത്തിൻ്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വിളവെടുപ്പ് കാലത്ത്, പെന്തക്കോസ്ത കാലത്ത് കെട്ടിയോ മരിച്ചു. മനാസെ മരിച്ചു. മരണങ്ങളൊക്കെ ദുരന്തമാണെന്നൊന്നും ഞാൻ പറയണില്ല മക്കളെ. മരണങ്ങളൊക്കെ എന്തോ ഒന്ന് ചിന്തിച്ചെടുക്കാനുള്ള കാലമാണ്, എന്തൊക്കെയോ ധ്യാനിച്ചെടുക്കാനുള്ള കാലമാണെന്ന് എനിക്ക് തോന്നുക. എല്ലാം വെറുതെയാണെന്ന്, ചുമ്മാതാണെന്ന് ചിന്തിച്ചേക്കല്ല. എല്ലാത്തിനും എന്തോ പറയാനുണ്ട് മക്കളെ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും എന്തോ പറഞ്ഞു തരാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയ്ത്തുത്സവം നടക്കേണ്ട വീട് മരണ വീടായിട്ട് മാറി. വയലിൽ കറ്റ കെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റ് വീണു. ശയ്യാവലംബിയായ അവൻ സ്വന്തകരമായ ബെത്തൂലിയായിൽ വെച്ച് മരണമടഞ്ഞു. ബെത്തൂലിയായിൽ ഓൾറെഡി ഈ മനുഷ്യന്മാർ വന്ന് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനി കുറച്ച് യഹൂദര് താമസിക്കുന്ന സ്ഥലമാണ് ബെത്തൂലിയ. അവിടെ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. ദൈവമക്കളെ, ഒരു മരണത്തിൻ്റെ കഥ പറയുക, ഒരു തകർച്ചയുടെ ലോകത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഒരു മരണത്തിൻ്റെ കഥ പറയുക. ഒരു ഭർത്താവിൻ്റെ മരണം, ഒരുവൾ വൈധവ്യത്തിലേക്ക് പോകുന്നു, മക്കളില്ലാതെ ഒരുവൾ തീരുന്നു. ഇതൊന്നും ഏറ്റവും വലിയ നൊമ്പരങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു സമയം അതാണ്. ഒരു വിധവ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾ പറയാത്ത ഒരുപാട് സങ്കടങ്ങളുമൊക്കെ കൂട്ടി വായിക്കാൻ പലപ്പോഴും പറ്റാറുണ്ട്. കൈ നീട്ടണമെന്ന്, ഈ ഭക്ഷണത്തിന് കൈ നീട്ടണം, പിച്ചയെടുക്കണമെന്ന്, മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഒക്കെ കേൾക്കണം, മറ്റുള്ളവരുടെ കുറ്റം ചാനലും എല്ലാം കേൾക്കണം. നോക്കിക്കേ, വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു.
അവൾ വീട് വിട്ട് വെളിയിൽ ഇറങ്ങിയില്ല. അവൾ അവിടെ തന്നെ താമസിക്കുക. ഭർത്താവിൻ്റെ വിയോഗത്തിൻ്റെ നൊമ്പരങ്ങളും പേറി ജീവിക്കുന്നവർ. മരണത്തിൻ്റെ ദുഃഖമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ട മക്കളെ. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു, അരയിൽ ചാക്കു ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. ദൈവം തന്നതിന് എന്തോ ഒരു കാരണമുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ വൈധവ്യം അനുവദിച്ചതിന് അവൾ ആ വൈധവ്യത്തെ എൻജോയ് ചെയ്യുക. ഷീ ഈസ് സെലിബ്രേറ്റിംഗ് ഹർ വിഡോഹിഡ്. വിധവ എന്ന നിലയിൽ ചാക്കുടുത്ത് ചാരം പൂച്ചി വൈധവ്യത്തിൻ്റെ വസ്ത്രങ്ങൾ, വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അവൾ അങ്ങനെ ഇരിക്കുക. പറയുക, വിധവയായതിനു ശേഷം സാപത്തിൻ്റെ തലേനാളും സാപത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രയേൽ ജനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. നിയമങ്ങളൊന്നുമില്ല കേട്ടോ, ഉപവാസം എടുക്കണം നിയമമൊന്നുമില്ല. പക്ഷെ അവൾ ഉപവസിച്ച് തുടങ്ങുക. ദൈവമക്കളെ, നേരത്തെ അച്ഛനെന്ന് പറഞ്ഞു, നിന്റെ കഷ്ടതകളുടെ നാളുകളിൽ ദൈവത്തിൽ നിന്ന് നീ അകന്ന ദിവസമാണ്. ഉത്തരം ഇങ്ങനെയാണ്, ദൈവത്തോട് നീ ചേർന്ന് നിൽക്കണം. നിന്റെ ദുരന്തത്തിൻ്റെ നാളുകളും നിന്റെ ദുഃഖത്തിൻ്റെ നാളുകളും നിന്റെ തകർച്ചയുടെ നാളുകളുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം നിന്നെ വിളിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ കഥയും പറഞ്ഞൊക്കെ മനുഷ്യന് വന്ന് നിൽക്കുമ്പോൾ, അല്ല കൊച്ചു ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ വല്ലാതെ നമ്മൾ മരവിച്ചു പോവുക. ആരെയും കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് യോഗ്യതയൊന്നുമില്ല. കുഞ്ഞ് മരിച്ചു, കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു, അല്ല അപകടത്തിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അല്ല കുഞ്ഞിന് അധിക ദിവസങ്ങളില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, ഈ സങ്കടവുമൊക്കെ ആയിട്ട് വരുന്ന സമയങ്ങൾ ഈ സങ്കടത്തോട് ചേർന്നിരിക്കാനുള്ള കാലമല്ല, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള കാലം. മക്കളെ, ഒരു തകർച്ചയുടെ നാൾ, നിനക്കൊരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ, ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, അത് ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അവളെ നോക്കിയേ, അവൾ ആകപ്പാടെ സാപത്തിലും സാപത്തിൻ്റെ തലേനാളും അമാവാസിയിലും അമാവാസിയുടെ തലേനാളും തിരുനാളുകളും മാത്രം ആഘോഷിച്ചു. ബാക്കിയുള്ള കാലം മുഴുവൻ അവൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളുമായിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ മരണ വീട് ഒരു ആരാധനാലയമായി അവൾ മാറ്റി. നമ്മുടെ തകർച്ചയുടെ ദുരന്തത്തിന്റെയും ഒക്കെ ഇടങ്ങള് ഒരു ആരാധനാലയമായി, ഒരു പ്രാർത്ഥനയുടെ ഇടമായി, ഒരു പ്രാർത്ഥനയുടെ സമയമായി മാറ്റുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഇസ്രായേൽ ജനം മുഴുവൻ തളരുക. യൂദിത്ത് എന്ന മകൾക്ക് തന്റെ ഭർത്താവ് മനാസയെ നഷ്ടപ്പെട്ട കഥ മാത്രമല്ല മക്കളെ ഇവ പറഞ്ഞു വരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് രാജാവിനെ നഷ്ടപ്പെടുക, ഇസ്രായേൽ മക്കൾ തകർന്നു വീഴുക, തളർന്നു വീഴുക. ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക. ജലക്ഷാമം വന്നു, ദേശത്ത് വെള്ളമില്ല, കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക. എന്നിട്ടോ ബെത്തൂലിയ ജനത്തിൻ്റെ അവൾ ഈ വിവരമറിയുക. അവർ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയായില്ല. യജമാനന്മാർ പറഞ്ഞു, നമ്മൾ ഏതാനും ദിവസം 5 ദിവസത്തേക്ക് നോക്കും, 5 ദിവസത്തേക്കും ദൈവം മഴ പെയ്യിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടിയറവ് വെച്ചോളാം, നിങ്ങൾക്ക് ഞങ്ങൾ നെബൂഖദ്നേസർ രാജാവിനെ ആരാധിച്ചോളാം. ദൈവമകളെ, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുക മനുഷ്യർ. അവരുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, രാജാവിൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല, രാജാവിൻ്റെ മക്കൾ മരിച്ചിട്ടില്ല. പക്ഷേ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അവൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ബെത്തൂലിയ ജനത്തിൻ്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു, ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയായില്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ച് കൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളുടെ സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. പല പോയാലും ദൈവത്തെ വിടല്ലടാ വെച്ചേ, പല പോയാലും എൻ്റെ പൊന്നുമക്കൾ ജീവിതത്തിൽ എന്ത് ദുരന്തം വന്നോട്ടെ, നിന്റെ കുർബാന മുടക്കല്ല, നിന്റെ പ്രാർത്ഥന മുടക്കല്ല, നിന്റെ ദൈവാരാധന മുടക്കല്ല. എന്ന് പറയാം 5 ദിവസം ദൈവത്തിന് സമയം കൊടുക്കാൻ നമ്മളൊക്കെ ആരാ മക്കളെ? ദൈവത്തിന് സമയം കൊടുക്കാൻ നമ്മളൊക്കെ ആരാ? ഹല്ലേലൂയ. ഈ വിധവയായ പെണ്ണ് എഴുന്നേറ്റുക, നിങ്ങൾ ചെയ്ത രാജാവേ ശരിയായില്ല.
ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങളാരാ? ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ദൈവത്തെ വെല്ലുവിളിക്കുക. ജീവിതത്തിൽ ദൈവത്തെ വെല്ലുവിളിക്കാൻ അവകാശമുള്ളവളായി ഇവള്. ദൈവത്തിന് യോഗ്യമായ ജീവിതം നയിച്ച വ്യക്തിയുടെ പേരാ യൂദിത്ത്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തെ പഴിക്കാതെ തന്റെ ജീവിത ദുഃഖത്തെയും വേദനയും ഒക്കെ ഒരു ആരാധനയാക്കി മാറ്റി പെണ്ണ് ഇതാ എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. എന്റെ പൊന്നുമക്കളെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഒരു ദുഃഖത്തിലൂടെ, വേദനയിലൂടെ, തകർച്ചയിലൂടെ, പ്രതിസന്ധിയിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ഒരു ആരാധനയാക്കി മാറ്റാൻ നിന്റെ ദൈവം ഇതാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ചതിബറ ഹല്ലേലൂയ. ചതിബറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിച്ചിരിക്കുക. സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, ഏത് ഇരുട്ടിനകത്തും ദൈവം കൊളുത്തി വെച്ചിരിക്കുന്നൊരു കടാവളെ കൊണ്ട് മക്കളെ, ഏത് കുരുട്ടിനകത്തും ദൈവം കൊളുത്തി വെച്ചിരിക്കുന്നൊരു കടാവളെ കൊണ്ട് നിന്നെ നിത്യമായ അന്ധകാരത്തിലേക്ക് നിന്റെ ദൈവം തള്ളിവിടില്ല. നിന്റെ നിത്യമായ തകർച്ചയിലേക്ക് നിന്റെ ദൈവം തള്ളിവിടില്ല. നിന്നെ ഒരു നിത്യ പരാജയമാക്കി നിന്റെ ദൈവം മാറ്റുകയില്ല. ഹല്ലേലൂയ. 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 നിങ്ങൾ ഗ്രഹിക്കണം മക്കളെ, നിന്റെ വിളക്ക് കെടാതെ നീ നോക്കിക്കോ. നിന്റെ ദൈവം കെടാതെ സൂക്ഷിക്കുന്ന ആ വിളക്ക്, നീ ആ വിളക്കിനെ നോക്കി ധൈര്യപ്പെടും. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ മക്കളെ, ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ, ഇപ്പൊ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ തകർച്ച, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങളുടെ ജീവിതത്തിലെ ദുരന്തം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ അവസ്ഥയിൽ നിന്റെ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജപ്തി ചെയ്ത് പോട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാം. ഹല്ലേലൂയ. നീ ദൈവഹിതപ്രകാരം ജീവിച്ചോണം. ദൈവഹിതപ്രകാരം ജീവിച്ചോണം. ജപ്തി ചെയ്തോട്ടെ, അതിന് ഇരട്ടി വലിപ്പമുള്ള വീട് നിനക്ക് തിരിച്ചു കിട്ടാൻ പോവാ. ദൈവങ്ങളെ, ഏത് തകർച്ചയായിക്കൊള്ളട്ടെ അതിന് പരിഹാരം ചെയ്യാൻ, റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഗ്രഹിക്കുന്നില്ല. മനുഷ്യ ഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ദൈവങ്ങൾ, നമ്മുടെ ചിന്തയും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ആരോ വരുന്ന കണ്ടു, കഥ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് കഥ പറയുന്നില്ല. അവസാനം ആളെന്നോട് പറയും, എൻ്റെ ചായ എന്നാ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. തോന്നിയാസത്തിന് അങ്ങേറ്റം കാണിച്ചിട്ടാണ് പറയണേ. എന്നിട്ടൊരു ബൈബിൾ വാക്യം കൂടെ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയില്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഇതൊന്ന് ഈ മൊമെൻറ്റിൽ നീ ഒന്ന് മാറാൻ നോക്ക്. ഇത് നിനക്കുള്ള എക്സ്ക്യൂസ് ഒന്നുമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ചോ ഞാൻ ചെയ്തത്. അല്ല, ചിലപ്പോൾ പൊസഷൻ എന്നൊക്കെ പറയും, പിശാചുബാധ എന്നൊക്കെ പറയത്തില്ലേ, കാണിച്ചു കൂട്ടിയത്. അമ്മയെ പിടിച്ചാൽ തല്ലിയത്, അമ്മയെ പിടിച്ച് തല്ലി. എന്നിട്ട് എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പം നിനക്കിട്ട് 2 പൊട്ടീര് കിട്ടുമ്പം നിനക്കറിയും എന്നാ ചെയ്തതെന്നുള്ളത്. പാവം പിടിച്ച സ്ത്രീ നിന്നു കൊടുത്തു. പാവം പിടിച്ച സ്ത്രീ നിന്നു കൊടുത്തു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാൽ നമുക്ക് സമ്മതിക്കാം. എന്നാലും എൻ്റെ പൊന്നുമക്കളെ, എത്രയ്ക്ക് ഈ അറിവില്ലായ്മ പറയാൻ പോണേ. ഒരമ്മയൊക്കെ തല്ലുക എന്നൊക്കെ പറയണത്, അപ്പനെ തല്ലുക എന്നൊക്കെ പറയുന്നതിൽ എന്ത് എന്നാ പുണ്യമോ പറയുന്നത്, എന്ത് ന്യായമോ പറയാനുള്ളത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ നമുക്ക് നിയന്ത്രണം. ഇന്ന് രാവിലെ ഒരു കുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, പെൺകുട്ടിയാണ്, ചെറിയ പെണ്ണ്, എനിക്ക് പൊട്ടിത്തെറിക്കുന്ന കോപം, എനിക്ക് എല്ലാവരോടും ദേഷ്യവും വെറുപ്പുമാണ്, എനിക്കെല്ലാവരോടും വെറുപ്പും എനിക്കെല്ലാവരോടും ദേഷ്യവുമാണ്. ജീവിതത്തിൽ ചില പരാജയങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നിട്ട് അവളെ നിന്റെ അന്തിമമാണ് കേട്ടോ അത്. ഞാൻ പേടിച്ച് വരും. പെണ്ണ് വന്ന 4th സ്റ്റേജ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഞെട്ടത്തില്ല. ഇത് ചെറിയൊരു പെൺകുട്ടി, കല്യാണം കഴിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ ആ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കെല്ലാവരോടും വെറുപ്പ്, കെട്ടിയോനോടും വെറുപ്പ്. കെട്ടിയിട്ട് ഏതാനും ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ടുള്ളൂ, ഏതാനും ആഴ്ചകളായിട്ടുള്ളൂ. വെറുപ്പ്, ദേഷ്യം, ചതിക്കപ്പെട്ടു. അവൾ കല്യാണം കഴിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ചതിക്കപ്പെട്ടിരിക്കുക. അവൾ കെണിയിപ്പ് ചെന്ന് പെട്ടിരിക്കുക. പക്ഷേ വെറുത്തിട്ടോ, എനിക്കെല്ലാവരോടും ദേഷ്യവാച്ച. എന്നിട്ട് എന്ത് പറ്റും, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക. പിശാചിൻ്റെ അങ്ങേയറ്റത്തെ അവസാനത്തെ നൃത്തത്തിൻ്റെ പേര് ആത്മഹത്യയാണ്. ഇതുപോലെ നല്ലൊരു കുടുംബത്തിലേക്ക് പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്.
എവിടെയാണ് പ്രശ്നമില്ലാത്തത്? പ്രശ്നങ്ങൾക്കുള്ളൊരു ഉത്തരം ഞാൻ പറഞ്ഞില്ല, രാവിലെ പറഞ്ഞല്ലോ, ക്രൈസിസ് ലീഡ്സ് ടു ക്രൈസ്റ്റ്. ക്രൈസിസ് ഷുഡ് ലീഡ് ടു ക്രൈസ്റ്റ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിന്നെ ക്രൂശിതനിലേക്ക് എത്തിക്കണം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിന്നെ ക്രൂശിതനിൽ എത്തിയില്ലെന്ന് തോറ്റുപോകും കേട്ടോ. ക്രൂശിതനിൽ നീ എത്തിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നീ ജയിക്കത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ കഴിയും. ദൈവത്തെ തീരുമാനിക്കാൻ നീ ആരാണ്? ദൈവത്തിന്റെ ചിന്ത പറയാൻ നീ ആരാണ്? ദൈവത്തിന്റെ നിശ്ചയം പറയാൻ നീ ആരാണ്? ഹല്ലേലൂയ. ഒരു വിധവയായ പെൺകുട്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ രാജാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരന്മാരെ, അത് പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ദൈവത്തെ വെല്ലുവിളിച്ചാൽ നിൽക്കരുത്. മക്കളെ ആമേൻ പറഞ്ഞു പഠിച്ചു മക്കളെ. ഈശോനാമത്തിൽ അച്ഛനെ ബോധ്യമായി ഇത് പറ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ ആമേൻ പറ. അതിനോട് പ്രതികരിക്കാനോ അതിനോട് പ്രതിഷേധിക്കാനോ നീ നിൽക്കണ്ട. നീ ഒന്ന് ആമേൻ പറഞ്ഞ് നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സങ്കടം വന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്, ഒരു ദുരന്തം വന്ന്, ആമേൻ ദൈവമേ, ആമേൻ ദൈവമേ, ആമേൻ ദൈവമേ. ഒരു നല്ല കുമ്പസാരം നടത്തുക, ആമേൻ പറഞ്ഞ് നിൽക്കുക. വരുന്നിടത്ത് വെച്ച് കാണാടാ കൂട്ടാ, തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും. ഹല്ലേലൂയ. എന്ത് ധൈര്യമാണ്! ദൈവം നശിപ്പിക്കുന്നെങ്കിൽ നശിപ്പിക്കട്ടെ, ദൈവം രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ. ദൈവത്തോട് മല്ല് പിടിക്കാൻ നീ ആരാണെന്നാണ് എന്റെ സഹോദരന്മാരെ. ദൈവത്തെ പ്രകോപിപ്പിക്കരുത്. ഞങ്ങളെ ദൈവം തകർക്കുകയല്ല, വെല്ലുവിളിച്ച അച്ഛൻ എന്ന് പറയണത്. ഗോഡ് വിൽ നോട്ട് ഡിസ്ട്രോയ് യു. ദൈവം നിന്നെ നശിപ്പിച്ച് കളയില്ലടാ കൂട്ടാ. ദൈവമേ ദൈവമേ എന്ന് വാതുറക്കപ്പോഴൊക്കെ വിളിക്കുന്നത് നിന്റെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവം ഉപേക്ഷിച്ചോട്ടെ. എന്തൊരു ധൈര്യമാണ് ഈ പെൺകുട്ടിക്ക്, എന്തൊരു ധൈര്യമാണ്. ദൈവങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യത്തിന്റെ പേരാ മക്കളെ. സാക്ഷ്യം എന്നൊക്കെ പറയുന്ന ഈ വലിയ ധൈര്യത്തിന്റെ പേരാ. ജീവിതത്തിൽ നോക്കി ഒരു ദേശം മുഴുവൻ തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോഴത്തേരാ, ജീവിതത്തിൽ തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഒരു വിധവ അവള് പരിശുദ്ധാത്മാ. നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ദൈവം നിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഹിതമാണ്, അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കൾ. ദൈവമേ നിന്റെ ഇഷ്ടമാണെങ്കിൽ ഇത് മാറ്റിത്താ, നിന്റെ ഇഷ്ടമല്ലെങ്കിൽ ഇത് മാറ്റണ്ട. നിന്റെ ഇഷ്ടമാണെങ്കിൽ നീ എനിക്കത് താ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അതെനിക്ക് നീ തരരുത്. ഞാൻ കണ്ടിട്ടുണ്ടോ മക്കൾ, ചില മനുഷ്യർ വന്നിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച തന്നെ രാത്രി ആരാധനയ്ക്ക് ഒരു മനുഷ്യൻ വന്നു. വളരെ ചുളി ഇലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലം, ഒരു സിറ്റിയുടെ നടുക്ക്, ഭയങ്കര വിലയാണ്. പക്ഷേ ബാങ്കുകാർ പറഞ്ഞു നിനക്ക് ഞാനിത് തരാം, ഇന്ന ദിവസം വരും, ലേലം വരും. നമുക്ക് ഈ ലേലമല്ലേ, ഈ ഓപ്ഷനാണ്, നീ വേണേ വെച്ചോ, അതിൻ്റെ 10 ഇരട്ടി വില കിട്ടും ആ സ്ഥലത്തിന്, നീ മറിച്ച് വിറ്റാൽ മതി. ഈ മനുഷ്യൻ എന്നാ എന്നറിയാം, എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, ഞാൻ അതിന് പുറകെ പോകണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോകണ്ട. ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണ് പോയത്, എടുത്ത് തന്നെ അവൻ ഇഷ്ടംപോലെ കാശുണ്ടാക്കാമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ മനസ്സിലൊരു ബോധ്യം കിട്ടുന്നില്ല, എനിക്കൊരു ഉറപ്പ് കിട്ടും. ഞാൻ പറഞ്ഞ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് അവനെ പണക്കാരനാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ചിലപ്പം വലിയ കുഴിയിലോട്ടായിരിക്കും, കെണിയിലേക്കായിരിക്കും അവൻ പോയി വീഴാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു മോനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛന് അത് പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. നമുക്ക് നഷ്ടപ്പെടുത്തിയത് കോടിക്കണക്കിന് രൂപയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, കോടിക്കണക്കിന് രൂപ വേണ്ടെന്ന് അയാൾ വെച്ചെന്ന് ആ പൊട്ടൻ വിചാരിച്ച് വെച്ചെന്ന്. നോക്കിക്കേ, യുദ്ധത്ത് പറയുക, നിന്റെ ദൈവത്തിന് നിന്നെ ഉയർത്തണമെങ്കിൽ ഉയർത്താം. നിന്റെ ദൈവം അഥവാ ഇനി നിന്നെ തളർത്താനെ നോക്കുന്ന തളർത്തിക്കോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. ഭീഷണിപ്പെടുത്താനും വാദിച്ച് ഇല്ല. ദൈവമേ ഇഷ്ടമുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾ വന്ന് ഈ ആൾക്കാരെന്ന് സാക്ഷ്യം പറഞ്ഞ്, ദൈവമേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മതി.
ഒരാഴ്ച മുഴുവൻ തലകുത്തി മറിഞ്ഞിട്ട് വീസായും കിട്ടി വിദേശത്ത് പോകാൻ നോക്കുമ്പോഴത്തേന് പറയുന്നതാ. ദൈവമക്കളെ, ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് വരാ ദൈവവിശ്വാസം. ആ ദൈവമേ, ഞാൻ ആശ്രയിക്കുന്നു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിനക്കെല്ലാം അറിയാം, നീ എല്ലാം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. ഭയപ്പെടാതെ ജീവിക്കണം മക്കളെ, ഭയപ്പെടാതെ ജീവിക്കണം. തല ഉയർത്തി ജീവിക്കണം, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം, സ്വർഗ്ഗസ്ഥനായ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരത്തില്ലട കുട്ടാ, നീ പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ട ആരാണ് പറഞ്ഞത്, തോറ്റു, പരീക്ഷ റിസൾട്ടൊക്കെ വന്ന് തോറ്റു കിടക്കുക. അമ്മ അങ്ങടെ പറഞ്ഞു, ഇല്ലടി കൊച്ചേ, നീ തോറ്റിട്ടില്ല. അവസാനം റിസൾട്ട് പ്രിന്റ് ചെയ്ത് വന്നപ്പോഴത്തേന് അവൾ ജയിച്ചു നിൽക്കുക. എന്താ സംഭവിച്ചൊന്നും അറിയണ്ട, നീ തോക്കില്ലെന്ന്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ വെയിറ്റ് ഫോർ ഹിസ് സാൽവേഷൻ, വെയിറ്റ് ഫോർ ദ റിഡംഷൻ, കാത്തിരിക്കണം. ദൈവത്തിന് നമ്മുടെ ഉപവാസം, നമ്മുടെ നോയമ്പ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ചൊവ്വാഴ്ച, നമ്മുടെ രണ്ടാം വെള്ളിയാഴ്ച ഒക്കെ ഈ കാത്തിരിപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. ദൈവമക്കൾ എഴുന്നേറ്റ്, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഇതാ ജലക്ഷാമം, ദേശം മുഴുവൻ ഇതാ പിടഞ്ഞു മരിക്കാൻ പോവുക, അവര് തളർന്നു വീഴാൻ പോവുക, അവര് നശിക്കാൻ പോകുമ്പോൾ ഇതാ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ജീവിതത്തിൽ വല്ലാത്ത നൊമ്പരത്തിൽ നിന്ന് യൂതിച്ച് പറഞ്ഞതുപോലെ ദൈവമേ, ഇതില് നിന്റെ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തിക്ക്. നിന്റെ ജീവിതത്തോട് നീ ഒന്ന് പറഞ്ഞ്, നിന്നോട് പറഞ്ഞ കർത്താവുണ്ടെന്ന്, നിന്നോട് പറഞ്ഞ കർത്താവിൽ ആശ്രയിക്കാൻ, നിന്നോട് പറഞ്ഞ കർത്താവിനെ വെല്ലുവിളിക്കല്ലെന്ന്, നിന്നോട് പറഞ്ഞ കർത്താവിൽ ആശ്രയിക്കാൻ, അവിടുത്തോട് പ്രാർത്ഥിക്കാൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും